മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ്. എന്നാൽ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു വസ്തുത മനുഷ്യന്റെ തലച്ചോറിലും ഇത് ഉണ്ട് എന്നതാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഗവേഷകർ നടത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ തലച്ചോറിലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം ഉണ്ടെന്നാണ് ഗവേഷണത്തിൽ തെളിഞ്ഞത്. ഒരു പ്ലാസ്റ്റിക് സ്പൂണിൻ്റേതിന് തുല്യമായ ഭാരത്തിലാണ് തലച്ചോറിൽ മൈക്രോപ്ലാസ്റ്റിക് ഉള്ളതെന്നും പഠനം വെളിവാക്കുന്നു. ഈ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഗവേഷണം പറയുന്നുണ്ട്. ന്യൂ മെക്സിക്കോ സർവകലാശാലയിലെ ഗവേഷകരുടേതാണ് പഠനം. നേച്ചർ മെഡിസിൻ എന്ന ശാസ്ത്ര ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചു. 2022 മനുഷ്യരക്തത്തിൽ ആദ്യമായി മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയത് വലിയ ഞെട്ടലിന് ഇടയാക്കിയിരുന്നു. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ സ്ഥിതി ചെയ്യുന്ന വ്രിജെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് അന്ന് പഠനം നടത്തിയത്. 22 പേരിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു പഠനം. ഇവരിൽ 17 പേരിലെ രക്തസാമ്പിളുകളിൽ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ അംശം ഗവേഷകർ കണ്ടെത്തി. ശരീരത്തിലെമ്പാടും മൈക്രോപ്ലാസ്റ്റിക് തരികൾക്ക് സഞ്ചരിക്കാമെന്നും അവയവങ്ങളിൽ അടിഞ്ഞുകൂടാമെന്നും ഗവേഷകർ പറയുന്നു. മനുഷ്യ ശരീരത്തിൽ മൈക്രോപ്ലാസ്റ്റിക് എത്രത്തോളം തകരാറുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രീയമായ വ്യക്തതയില്ല. എന്നാൽ ലബോറട്ടറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യകോശങ്ങളെ മൈക്രോപ്ലാസ്റ്റിക്സ് പ്രതികൂലമായി ബാധിക്കുന്നതായി നേരത്തെ തന്നെ ഗവേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുഡേ. 50-50. 50 times savings, 50 times benefits. It's not just an advertisement. An absolutely real offer. Hyper Nesto 50-50. The real 50 offer is here. Celebrate this Ramadan with Hyper Nesto from March 5th until 11th. Hyper Nesto 50-50. Let's save and again, let's save. Don't miss the chance.